നമ്മുടെ സംസ്ഥാനത്ത് വന്യമൃഗശല്യം അങ്ങനെ രൂക്ഷമാവുകയാണ്. ഒരു പരിഹാരവുമില്ലാതെ അങ്ങനെ തുടരുന്നു എന്നതാണ്. 4 വയസ്സുകാരനെ പുലികടിച്ച തൃശൂർ മലക്കപ്പാറയിൽ വീണ്ടും പുലി ഇറങ്ങിയിരിക്കുന്നു. വീരൻകുടി ഉന്നതിയിലെ കുടിലുകളിൽ ഉൾപ്പെടെ പുലി കയറി. ഇന്നലെ വൈകുന്നേരം പുലിയെ കണ്ടതോടെ ഉന്നതിയിലെ ആളുകളെ മലക്കപ്പാറയിലെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇന്ന് രാത്രി ഇത് പുലി വന്നതാ. ഇത് കണ്ട തപ്പ വീട്ടിൽ പുലി കയറി. എല്ലാ വീട്ടിലും കയറിയിട്ട് കഥവെല്ലാം തുറന്നു വിട്ട് എല്ലാ വീട്ടിലും പുലിയും കയറി. പോയി നോക്കിയിട്ട് എല്ലാവരും വന്ന് ഉണ്ടോ എന്താന്ന് സംഭവിക്കാന്ന് ദൈവമാക്കിയും കൊണ്ടാണ് ഞങ്ങളെ പോർഷിക്കാരും ഞങ്ങളുടെ പാർട്ടിക്കാരന്മാരും വന്ന് രാത്രി കൊണ്ടുപോയത്. അല്ലെങ്കിൽ എന്തെന്നൊക്കെ സംഭവിച്ചാലെന്നും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എന്തെന്നാണ് സഹായം എവിടെ നിന്നാണ് പാർട്ടിക്കാരും നമ്മളെ പോർഷിക്കാരും ചേർന്ന് ചെയ്തു തരണം. നമ്മൾ അതാ ആവശ്യപ്പെടുന്നത്. ഭയങ്കര പേടിയായിരിക്കാം. ഇപ്പൊ പോലെ ഇരിക്കാൻ നമുക്ക് പേടിയാ ഒറ്റയ്ക്ക്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, ഈ പുലി ഇറങ്ങുന്നത് കൊണ്ട് നിരവധി ആദിവാസി കുടുംബങ്ങളാണ് ഭീതിയിൽ തുടരുന്നത്. ഈ പുലിയെ പിടിക്കാനുള്ള ശ്രമമൊന്നും ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലേ? വളരെയധികം ഞെട്ടലും ആശങ്കയും ഉളവാക്കുന്ന വാർത്തയാണ് മലക്കപ്പാറയിലെ ഭാഗത്തു നിന്നും വരുന്നതെന്ന് പറയാം. കഴിഞ്ഞ ദിവസം 3 വയസ്സുകാരനെ പുലി ആക്രമിച്ചതിന് പിന്നാലെ പ്രദേശത്ത് വീണ്ടും പുലി തുടർച്ചയായി എത്തുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ ഏറെ ഭീതിയോടുകൂടി കാണുന്നത്. ഇന്നലെ രാത്രി പുലി എത്തി. ഇന്നലെ വൈകിട്ടും ആ ഭാഗത്ത് പുലി വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി എത്തിയ പുലി പല കുടിലുകളിലും കയറിയിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവരിൽ പലരെയും ആ പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പലരോടും അവിടെ നിന്ന് മാറണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ചിലരെങ്കിലും അവിടെ തുടരുന്ന സാഹചര്യമാണുള്ളത്. പുലിയെ പിടികൂടാനുള്ള ഒരു ശ്രമം വനം വകുപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ശ്രമം പോരെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്. പ്രധാനമായും ഇതൊരു വനമേഖലയാണ് എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ദിവ്യ, തീർത്തും വനമേഖലയുള്ള സ്ഥലമാണ് മലക്കപ്പാറ, അതിരപ്പള്ളിയൊക്കെ തന്നെ. ആ പ്രദേശത്ത് ആനയും പുലിയും ഇറങ്ങുക എന്നുള്ളത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു സ്ഥിതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ പുലിയെ പിടികൂടുക എന്നുള്ളൊരു ശ്രമകരമായ കാര്യമാണെന്ന് വനം വകുപ്പ് സമ്മതിക്കുമ്പോഴും ഇതിനുള്ള നടപടികൾ വനം വകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാൻ നേരത്തെയും ഇവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പ്രളയകാലത്ത് ഏറെ തകർച്ച നേരിട്ടൊരു സ്ഥലം കൂടിയാണിത്. അവിടെ നിന്ന് വേണം ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി ഹാളുകളിലേക്ക് പലരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ചിലരിപ്പോഴും കുടിലിൽ തുടരുകയാണ്. എന്തായാലും അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെട്ട് പരിഹാരം നടത്തി വരുന്നതായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് പുതിയ ഭൂമി നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അധികൃതരിൽ നിന്നും അലംഭാവമുണ്ട് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം വീണ്ടും ഇവിടെ പുലി എത്തി എന്നുള്ളത് ഏറെ ഭീതിയോടുകൂടിയാണ് പ്രദേശവാസികൾ കാണുന്നത്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. യെസ്, എന്തായാലും മലക്കപ്പാറയിൽ ഭീതി പരത്തുന്ന ഈ പുലിയെ വളരെ വേഗത്തിൽ തന്നെ പിടികൂടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ കുട്ടിയെ പരിക്കേൽപ്പിച്ചതുപോലെ തന്നെ ഇനിയും നിരവധി പേർക്ക് പുലിയുടെ ഭാഗത്തുനിന്ന് പുലിയുടെ ആക്രമണം ഉണ്ടാകും, പരിക്കേൽക്കേണ്ടി വരും എന്ന് തന്നെയാണ്. ഉടൻ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകിയത്.